വൃതസദനത്തിലിരുന്ന് എൻ്റെ മക്കളോടൊന്നിച്ച് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ അഭിലാഷമെന്ന് പറഞ്ഞ് കണ്ണുനീർ വാർക്കുന്ന പ്രായം ചെന്ന ഒരു മാതാവിൻ്റെ ദയനീയമായ കാഴ്ച കാണാൻ സാധിച്ചു. പ്രായമായ മാതാപിതാക്കളെ വൃതസദനത്തിലാക്കി സ്വന്തം സുഖം തേടിപ്പോകുന്ന മക്കളുടെ ഭീകരമായ നടപടിയുടെ അനന്തരഫലം എത്രമാത്രം വർണ്ണിക്കാനാകാത്തതാണ് എന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ മഅറൂഫ. മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ അവരോട് ഛേ എന്ന വാക്ക് പോലും പറയരുത്. അവരെ പേടിപ്പിക്കുന്ന, ഭീഷണിപ്പെടുത്തുന്ന സംസാരങ്ങളരുത്. അവരോട് മാന്യവും ഉദാത്തവുമായ വർത്തമാനങ്ങൾ പറയുക എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. ഒരു മുസ്ലിം ഭവനത്തിൽ പോലും വേദനയനുഭവിക്കേണ്ടി വരുന്ന, അവഗണിക്കപ്പെടുന്ന, പ്രയാസപ്പെടുത്തപ്പെടുന്ന, മക്കളുടെ പീഡനത്തിനിരയാകേണ്ടി വരുന്ന മാതാപിതാക്കൾ ഉണ്ടാകരുത് എന്നത് വിശുദ്ധമായ ഖുർആനിൻ്റെയും പരിശുദ്ധമായ ഇസ്ലാമിൻ്റെയും വലിയ ഒരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ പരിചരിക്കുന്നവർക്ക് സ്വർഗമാണ് പരിശുദ്ധമായ ഇസ്ലാം വാഗ്ദാനം ചെയ്യുന്നത്. മാതാപിതാക്കളുടെ കണ്ണുനീർ അത് ശാപത്തിൻ്റെ കണ്ണുനീരാണ്. അത് ഈ ലോകത്ത് തന്നെ അതിൻ്റെ ശിക്ഷ അനുഭവിക്കാതെ മരണപ്പെടുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ആയതിനാൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടേത് മാത്രമാണ്. അവരെ പരിചരിക്കേണ്ടവർ നാമാണ്. അവർക്ക് ശുശ്രൂഷകൾ ചെയ്യേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരിക്കലും പ്രായം ചെന്ന മാതാപിതാക്കളുടെ കണ്ണുനീര് വീഴുന്ന സാഹചര്യം നാം മൂലം സൃഷ്ടിക്കപ്പെടുകയില്ല എന്ന പ്രതിജ്ഞ ഓരോ മുസ്ലിമും ചെയ്യേണ്ടിയിരിക്കുന്നു. അല്ലാഹു നാം ഓരോരുത്തരെയും കാക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.